ഹലോ കൂട്ടുകാരെ, മലയാളി മാമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് സ്ക്രിപ്റ്റ് പ്രിപ്പറേഷന്റെ ഒന്നാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ബാക്കിൽ കാണാം. ഇത്രത്തോളം വർക്കാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന്റെ ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. അല്ലേ വെച്ചു? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ പുൽക്കൂട് എവിടെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലാണ് സാധാരണ ഇപ്പോൾ പുൽക്കൂട് ഒരു 4-5 വർഷമായിട്ട് ഇവിടെ തന്നെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ മുറ്റത്താണ് വെച്ചിരുന്നത് പുൽക്കൂട്. പിന്നീട് അവിടെ നിന്ന് വെക്കുമ്പോൾ അത് കേടാവണമൊക്കെ കാരണം നമ്മൾ സിറ്റ് ഔട്ടിൽ വെച്ചാൽ സേഫായിട്ട് ഇവിടെ ഇരുന്നോളൂല്ലോ. ഈ ഒരു ഏരിയ മൊത്തമാണ് നമ്മൾ പുൽക്കൂട് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. പുൽക്കൂട് എന്ന് പറഞ്ഞാൽ ആ ഒരു കൂടും അതിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കാണുന്ന രീതിയിൽ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് കുറച്ച് ഗ്രീനറി പോലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ഒരു ടാർപ്പാളൻ്റെ ഷീറ്റ്, ഇത് പഴയതാണ്, ഇതാണ് സ്ഥിരമായിട്ട് വിരിക്കാറ്. ഇത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുകയാണ്. മണ്ണിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ വിത്തുകൾ മുളപ്പിച്ച് കുറച്ച് ഗ്രീനറി പോലെ ഉണ്ടാക്കാറുണ്ട്. സാധാരണ നമ്മൾ കടുകോ ഗോതമ്പോ തെനയോ ഒക്കെയാണ് മുളപ്പിക്കുക. അപ്പം അതിന് നമുക്ക് മണ്ണ് ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, മണ്ണിട്ട് കഴിയുമ്പോൾ ഒരു ലൈവ് ലുക്ക് കിട്ടും. അതായത് ശരിക്കുള്ള ഒരു ഏരിയ പോലെ നമുക്ക് തോന്നും, മണ്ണും ചെടികളൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലേ. അങ്ങനെ മണ്ണിട്ട് കൊടുക്കുമ്പോൾ അതിൽ കല്ലുകൾ, വേരുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഐറ്റംസ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മണ്ണ് നല്ല ക്ലിയർ ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ മണ്ണിട്ട് കൊടുത്ത് ഗ്രീനറി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഏരിയയിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീനറിക്ക് വേണ്ടി ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മേടിക്കാൻ കിട്ടുന്നുണ്ട്. പുല്ലിൻ്റെ ഇങ്ങനെ പോലെ ഇരിക്കുന്ന ഷീറ്റുകൾ, കാർപ്പറ്റ് പോലത്തെ, അങ്ങനത്തെ വാങ്ങി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏരിയ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ചെയ്യുന്നത്. മണ്ണിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡർ നമ്മൾ 2 മരത്തിൻ്റെ പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, മണ്ണ് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈ പ്രാവശ്യം ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഏരിയയിൽ എത്രത്തോളം വേണം അതനുസരിച്ച്. ഈ കാണുന്ന രീതിയിലായിരിക്കും ഗോതമ്പ് മുളച്ച് വന്നാൽ കാണുന്ന പുല്ല് ഉണ്ടായിരിക്കുക. ഇനി തെനയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇത് ലവ് ബേർഡ്സിന് കൊടുക്കുന്ന തീറ്റയാണ് തെന എന്ന് പറയുന്നത്. തെനയുടെ സീഡ്സ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിലായിരിക്കും പുല്ല് മുളച്ച് വരിക. വളരെ ഹൈറ്റ് കുറവായിരിക്കും, ചെറുതായിരിക്കും. ഗോതമ്പിൻ്റെ മണികൾ നമ്മൾ മുളപ്പിക്കുമ്പോൾ വളരെ നീളം കൂടിയ ഹൈറ്റ് കൂടിയ പുല്ലായിരിക്കും വരിക. പക്ഷേ തെന മുളപ്പിക്കുമ്പോൾ ഈ കാണുന്ന രീതിയിലാണ് വരിക. കടുകാണ് നിങ്ങൾ മുളപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ രീതിയിലായിരിക്കും കടുകിൻ്റെ ഇലകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതനുസരിച്ച് ചെയ്യാം. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗോതമ്പ് അല്ലെങ്കിൽ തെനയൊക്കെ എടുക്കണേ. ഗോതമ്പിനാണ് കുറച്ച് സമയം വേണ്ടത് മുളച്ച് വരാൻ. തെന അതിനെക്കുറിച്ചും കുറച്ച് സമയം മതി. കടുക് പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. ഗോതമ്പ് നമുക്ക് ആവശ്യമുള്ളത്, ഇപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അത് ചെയ്ത് കാണിക്കുകയാണ്. തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുക. ഒരു ഡേ ഫുൾ വെള്ളത്തിലിട്ട് വെച്ച ശേഷം അത് നമ്മൾ എടുക്കണം ഗോതമ്പിന്. തേനയും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ മുളപ്പിക്കുന്നത് കേട്ടോ. സെയിം ടു സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഒരു തുണി നനച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു തുണിയിലേക്ക് ഗോതമ്പിനെ ഇട്ട് കൊടുക്കുക. ഈ വെള്ളത്തിലിട്ട് വെച്ച കുതിർത്ത ഗോതമ്പിനെ ഇട്ട് കൊടുത്ത ശേഷം ആ തുണി മൊത്തത്തിൽ നനച്ച് ഒരു കിഴി പോലെ കെട്ടി ഒരു പാത്രത്തിൽ വെക്കുക. 2 ദിവസം കൊണ്ട് ഈ ഒരു തുണിയിലിരിക്കുന്ന ഗോതമ്പിന് മുള വന്നു തുടങ്ങും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളത് മണ്ണിൽ പാവി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. അപ്പം ഞങ്ങളിത് നേരത്തെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. 2 ദിവസം വെച്ച ശേഷം നിങ്ങൾക്ക് കാണാം തുണിയിലുള്ളിൽ കൂടി മുളയൊക്കെ വന്നു തുടങ്ങി. ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ആ വലിയ കിഴുക്കെട്ടായിരുന്നു, കുറവാണെന്ന് തോന്നിയപ്പോൾ ഇത്തിരി കൂടി ഞങ്ങൾ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതിൽ മുള വരുന്നുള്ളൂ. ഈ കാണുന്ന രീതിയിലായിരിക്കും മുള വന്നു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം. ഇനി ഇത് നമുക്കപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് മണ്ണിൽ ഇത് പാവി കൊടുക്കാം. നമ്മൾ എപ്പോഴാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു 6-7 ദിവസം എടുക്കുന്നത് മുളയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നോ നാളെയോ ആയിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. കാരണം ആകെ 9 ദിവസമേ ക്രിസ്മസിനുള്ളൂ. നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന മണ്ണിൽ ഞാൻ എവിടെയൊക്കെയാണ് നമുക്ക് ഗ്രീനറി വേണ്ടത് അതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാടം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്, പാടം പോലെ തോന്നുന്ന രീതിയിൽ. അപ്പോൾ എവിടെയൊക്കെ എന്താണ് വേണ്ടതെന്ന് ഞാനിങ്ങനെ മാർക്കിംഗ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ ചിലപ്പോൾ കുന്നും മലയൊക്കെ പോലെ ചെറുതായിട്ട് കൊടുക്കും. പിന്നെ ഒരു ഏരിയയിൽ കിണർ നമ്മൾ വെക്കും, വീടുകൾ വെക്കും, കൊട്ടാരം വെക്കുന്നുണ്ട്, പുൽക്കൂട് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഏരിയയിൽ എന്താ വേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതനുസരിച്ച് ഞാൻ ദേ വരച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് മണ്ണ് നനച്ചെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബോർഡർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മണ്ണ് കുറച്ച് വെള്ളം ചേർത്തിട്ട്, കുറേ വെള്ളം എടുത്ത് ചേർക്കരുത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ മണ്ണ് ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഓരോതൊക്കെ ഉണ്ടാക്കില്ലേ, ആ സമയത്തെ സെയിം സംഭവം തന്നെ. അതേപോലെ മണ്ണ് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ബോർഡർ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പ്ലോട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ കാണിച്ച ഗോതമ്പ് മണികളൊക്കെ വിതച്ച് നമ്മൾ ഗ്രീനറി പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ കുതിർത്ത് വെച്ച് ആ മുളച്ച് വന്നിട്ടുള്ള ഗോതമ്പ് മണികൾ ചേർത്ത് കൊടുക്കുക. ഏറ്റവും കൂടുതൽ സമയം മുളയ്ക്കാൻ വേണ്ടത് ഗോതമ്പിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, തെനയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടും. അപ്പോൾ ഗോതമ്പ് നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 9 ദിവസം ഉള്ളത് കൊണ്ടാണ് ഗോതമ്പ് ഇട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം നന്നായിട്ട് വരുന്നത്. ഇതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പില്ല. പക്ഷേ എന്നാലും നമുക്ക് പോസിറ്റീവായിട്ട് വിചാരിക്കാം. തെനയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഗോതമ്പിനെക്കാട്ടും പെട്ടെന്ന് മുളച്ച് കിട്ടുന്നത് തെനയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദിവസം കുറവാണെങ്കിൽ തെന സെലക്ട് ചെയ്യാം. ഏറ്റവും വേഗം ആവുന്നത് കടുകാണ്. പക്ഷെ കടുകിൻ്റെ പുല്ലിൻ്റെ ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ, ആ ഇലകളുടെ ഡിസൈൻ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ കടുക് പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. ഡയറക്റ്റ് മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മുളപ്പിക്കണമെന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് മണ്ണിലേക്ക് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് മുളപ്പിക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് മണികളെല്ലാം ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ നല്ല മണ്ണ്, അതായത് കല്ലുകളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ടുള്ള മണ്ണ് മുകളിൽ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം കട്ടിക്ക്, വല്ലാതെ കട്ടിയിലിടരുത്. അന്ന് അത്യാവശ്യം തിക്നെസ്സിൽ ഇട്ട് കൊടുത്ത ശേഷം, അതായത് ആ വിത്തുകൾ കാണാൻ പറ്റാത്ത പോലെ ഒന്ന് ആവണ പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേ തിക്നെസ്സിൽ ഇട്ടാൽ പിന്നെ മുളച്ച് വരാൻ ബുദ്ധിമുട്ടാവും. അതിനുശേഷം വെള്ളം കൈ കൊണ്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കുക ഫുള്ളായിട്ടും. ആദ്യത്തെ തവണ ആയതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് വെള്ളം തളിച്ച് കൊടുക്കുന്നത്. മണ്ണ് അത്യാവശ്യം നനവോടുകൂടി ഇരിക്കണം. അതിനുശേഷം മണ്ണ് ഉണങ്ങുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കൈ കൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഡേ കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് ഡേ തൊട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലിൽ വെള്ളം നിറച്ച ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കാരണം മണ്ണ് വല്ലാതെ ഓവറായിട്ട് കുതിർന്ന് ആകെ നനഞ്ഞിരുന്നാൽ പുല്ല് മുളച്ച് വരാതെ അത് കേട് വന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് സ്പ്രേ ബോട്ടിലിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണ 3 നേരമാണ്. നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ 3 നേരം തളിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ 2 നേരമാണ് വെള്ളം സ്പ്രേ ചെയ്യുക. അത് നിങ്ങൾ നോക്കാം മണ്ണിൻ്റെ നനവനുസരിച്ചിട്ട്. അധികം ആവാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല, ആ രീതിയിൽ. അപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വഴിയെ കണ്ടറിയാം. ഇനി മണ്ണിലല്ല ഡയറക്റ്റ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രേയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ട്രേയിൽ വെച്ച് മുളപ്പിച്ച ശേഷം പുൽക്കൂട്ടിൽ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം. അങ്ങനെ ആയാലും പ്രശ്നമില്ല. അത്ര ഏരിയ ഒന്നും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് ക്രിസ്മസ് ക്രിബിലേക്കുള്ള ഐറ്റംസ് നമ്മൾ വെക്കുന്നത് എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടാക്കിയ ഐറ്റംസ് അതെല്ലാം തന്നെ നമുക്കൊന്ന് താഴോട്ട് എടുത്ത് നോക്കാം. എന്തെങ്കിലുമൊക്കെ റിപ്പയർ പണികൾ കാര്യങ്ങളൊക്കെ അതിന് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന്. ഓരോ വർഷവും പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വ്യത്യാസമായിട്ടൊരു കാര്യം അങ്ങനെ പുതിയതായിട്ടൊരു ഐറ്റമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതുണ്ട്, പിന്നെ രൂപങ്ങളും അതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുൽക്കൂടാണ്. കാർഡ്ബോർഡും അതുപോലെ തന്നെ വൈക്കോലൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരു പുൽക്കൂട്. ഇതിന് മുൻപ് ഫുൾ മരം കൊണ്ട് ഉണ്ടാക്കിയൊരു പുൽക്കൂടായിരുന്നു, പക്ഷെ അത് പിന്നീട് ചീത്തയായി. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു കാർഡ്ബോർഡ് കൊണ്ട് ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു കൊട്ടാരം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വീടായിരുന്നു കേട്ടോ, കുട്ടികൾ കളിക്കുന്ന ഒരു വീടായിരുന്നു. അത് വെച്ച് ഞാനിങ്ങനെ പെയിൻ്റൊക്കെ ചെയ്തെടുത്തൊരു കൊട്ടാരം പോലെ ആക്കിയതാണ്. മൂന്നാമത് ഞാൻ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീടായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഞാൻ ഈ 3 ഐറ്റംസും കഴിഞ്ഞ വർഷത്തിൽ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനെയും കൂടിയിട്ടാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീടാണിത്. ചെറിയ ചെറിയ ഡാമേജ് ഉള്ളപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്താൽ മാത്രം മതി. പിന്നെ പുൽക്കൂട്ടിലേക്ക് വെക്കാനായിട്ടുള്ള ഇത് പാലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മരം ഉപയോഗിച്ചിട്ട് മുളയുടെ ചെറിയ പീസസ് ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനും വലിയ ഡാമേജ് ഇല്ല, ചെറിയ ചെറിയ പണികളുള്ളൂ. ഇത് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ പാലമാണ്. അതിന് മുൻപത്തെ വർഷം യൂസ് ചെയ്തതാണ്. അപ്പം നമുക്ക് കണ്ടില്ലേ, പേപ്പർ കൊണ്ടും ഉണ്ടാക്കാം, മരം കൊണ്ടും ഉണ്ടാക്കാം. നിങ്ങൾക്ക് എളുപ്പം ഏതാണ് തോന്നുന്നത് അത് വെച്ചിട്ട് ചെയ്യാം. ഇതെല്ലാം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സ്വയമായിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കാം. പിന്നെ കാർഡ്ബോർഡ് ഉപയോഗിച്ച് കൊച്ചു കൊച്ചു വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഈ പ്രാവശ്യം ആ വീടുകൾക്ക് പകരം വേറെ എന്തെങ്കിലും ഒരു വീട് ഉണ്ടാക്കണം എന്നുണ്ട്. നമുക്ക് വഴിയെ നോക്കാം. എന്തെങ്കിലുമൊക്കെ ഐഡിയ ഓരോ കൊല്ലം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മുടെ മൈൻഡിലനുസരിച്ച് നേരെ അനുസരിച്ച്
ഓരോ ദിവസം ഇത്തിരീശ് ചെയ്യാം. ഇത് നമ്മൾ കുറച്ച് മരമൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന രീതിയിൽ, അത് തീ കായാനായിട്ട് ഇങ്ങനെ വെക്കില്ലേ ആളുകൾ, അപ്പോൾ അതിനെ മരമൊക്കെ കൂട്ടി വെച്ച രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ കിണർ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കിണറിൻ്റെ അവിടെ തുടി വെക്കാനായിട്ടുള്ള ഈ ഒരു ബക്കറ്റും ഇതൊക്കെ കണ്ട, അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ കേടായി, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ വേലി ഉണ്ടല്ലോ, അത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ ഐസ്ക്രീം സ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് വേലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം, ബോക്സുകൾ ഉണ്ടാക്കിയെടുക്കാം, കൊച്ചു ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുൽക്കൂട്ടിലേക്കുള്ള ഐറ്റംസ്. ഇനി നമുക്ക് ഈ വർഷം പുതിയതായിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റാമെന്നൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഞാൻ 2 ദിവസമായിട്ട് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ ക്രിപ്പ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, കുറച്ചീശെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആകുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.